ഹായ്, നമ്മുടെ മുന്നിലേക്ക് SSLC എക്സാം വരെയാണ്, +2 എക്സാം, +1 അങ്ങനെ എല്ലാവിധ എക്സാമുകളും ഓരോന്നായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട്, എന്റെ മക്കളോട് പറഞ്ഞു തരാനുള്ള കുറച്ച് എക്സാമിന്റെ ടിപ്സ് ആണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പരീക്ഷകളിൽ പറ്റാൻ പറ്റുന്ന അടിപൊളി ട്രിക്സ്, പരീക്ഷകൾ എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു 4 കോളം നിങ്ങൾ വരക്കുക. ഒന്നാമത്തേല് സബ്ജക്ട്, രണ്ടാമത്തെ പോർഷൻസ്, മൂന്നാമത്തെ ടൈം, നാലാമത്തെ റീമാർക്സ്. അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, അതിന് എത്ര സമയം വേണ്ടിവരും, ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യേണ്ടത്. റീമാർക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നേരെ ടിക്ക് ഇടുക, പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നേരെ റോങ് ചെയ്യുക. അപ്പൊ നമ്മൾ അടിപൊളി സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാക്ടീസ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ഒരു യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ അതുപോലെ ബൈഹാർട്ട് ആക്കിയ ഒരു പക്ഷെ നിങ്ങൾക്ക് അവിടെ അതുപോലെ അങ്ങോട്ട് എഴുതാനുണ്ടാവൂല. മറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠനത്തിന്റെ ഒരു മോഡൽ നമുക്ക് ക്വസ്റ്റ്യൻ ബേസ്ഡ്, പരീക്ഷാ ബേസ്ഡ് നമുക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മുൻകഴിഞ്ഞ SSLC അതുപോലെ തന്നെ മറ്റു +2 എക്സാമുകൾ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസിന്റെ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് സ്റ്റഡി ആക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. And the third trick is make teacher as your friend. നമ്മുടെ ടീച്ചറെ, നമ്മുടെ സാറിനെ ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ സ്വന്തം ചങ്കായിട്ട് കരുതുക. എന്നിട്ട് സാറോട് എന്തും ചോദിക്കുന്ന തരത്തിൽ നമ്മൾ ക്ലോസ് ആയിട്ട് സാറോട്, ടീച്ചറോട് മാറുക എന്നുള്ളതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ടീച്ചറോട് നേരിട്ട് തന്നെ ചോദിക്കുക. നമ്മളൊക്കെ പലർക്കും A+ നഷ്ടമാവുന്നത് ആ ടീച്ചറോടുള്ള ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. ആ ടീച്ചർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് A+ കിട്ടും. ഇനി ആ ടീച്ചറെ നമുക്ക് കണ്ടുകൂടാ, അദ്ദേഹത്തെ തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ A+ വരെ മിസ്സാവാൻ അത് കാരണമാവാറുണ്ട്. ആ ഒരു റിലേഷൻ, നമ്മുടെ അധ്യാപകരുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിനെ തന്നെ കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ടീച്ചറെ, നമ്മുടെ സാറെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കുക. എന്നിട്ട് എന്തും ചോദിക്കാനുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. നാലാമത്തെ ട്രിക്ക് അറിയണ്ടേ, ടീച്ച് സംവൺ. നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് പഠനത്തിൽ നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ വളരെയധികം സഹായകമാവും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള ബയോളജി നിങ്ങളുടെ ഉമ്മാക്കോ നിങ്ങളുടെ ഉപ്പാക്കോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ അനിയത്തിമാര്, കാക്കമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിങ്ങനെ ജസ്റ്റ് ടീച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മളൊക്കെ എങ്ങനെയാണോ ടീച്ചർമാര് സാറന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി നിങ്ങളുടെ മുമ്പിൽ ഓഡിയൻസ് ആയിട്ട് ആരുമില്ല, ഡോണ്ട് ബി സാഡ്. നമുക്ക് നമ്മുടെ മിററിനെ ഉപയോഗപ്പെടുത്താം. നമ്മുടെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ടീച്ചറിനെ കൊന്ന് ട്രോളിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രസമായിട്ട് അങ്ങനെ ടീച്ച് ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടുന്നതിന് അത് സഹായകമാവും എന്നുള്ളതാണ്. ആൻഡ് ദി ഫിഫ്ത്ത് വൺ ആൻഡ് ദി ലാസ്റ്റ് ട്രിക്ക് ഈസ് പൊമോഡോറോ ടെക്നിക്. അതായത് പൊമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ടെക്നിക്കാണ്. നമുക്ക് പഠനത്തിലൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. 25 മിനിറ്റ്സ് നമ്മൾ പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത് 25 മിനിറ്റ്സ് മാത്രം പഠിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക, വീണ്ടും നെക്സ്റ്റ് റൗണ്ട്. അങ്ങനെ 4 റൗണ്ട്, 25ന്റെ 4 റൗണ്ട് പഠിക്കുക, എന്നിട്ട് ഡീപ്പായിട്ടുള്ള മറ്റൊരു റെസ്റ്റ് എടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾക്ക് ശേഷം എടുക്കാവുന്നതാണ്. പൊമോഡോറോ ടെക്നിക്ക് പഠിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആവരുത് ദയവ് ചെയ്ത്. അതായത് 25 മിനിറ്റ് റെസ്റ്റ്, 5 മിനിറ്റ് പഠനം, ആ രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. ആൻഡ് ഈ 5 ടെക്നിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.